നമ്മുടെ ചരിത്രമുറങ്ങുന്ന ഡച്ചിന്റെയും പോർച്ചുഗീസിന്റെയും അതേപോലെ ഈ ഇംഗ്ലീഷിന്റെയും ഒക്കെ അവരുടെ ഒരു തേരോട്ടം ഉണ്ടായിരുന്ന ഒരു മണ്ണുകൂടിയാണിത്. അധിനിവേശത്തിന്റെ മണ്ണ്. ആ ഭൂമിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഈ പോർട്ട്, ഈ കൊല്ലം തങ്കശ്ശേരി ബസ് ബേയിൽ അവിടെ ഇപ്പോൾ കൊല്ലം നിയോജക മണ്ഡലം സ്ഥാനാർത്ഥി എസ് ജയമോഹൻ, ഇടതുമുന്നണി സ്ഥാനാർത്ഥി എസ് ജയമോഹന് വേണ്ടിയുള്ള DJ ഷോ ഇവിടെ ആരംഭിക്കാൻ പോവാണ്. അതിന്റെ ഫ്ലാഗ് ഓഫ് കർമ്മമാണ് നടക്കാൻ പോകുന്നത്. മുകേഷ് MLA സംസാരിക്കുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസമായി കേരളത്തിന്റെ പല ഭാഗങ്ങളിലും ഇലക്ഷൻ പ്രചരണവുമായിട്ട് പങ്കെടുക്കാനും അവിടുത്തെ ഗംഭീരമായ ആ ഒരു വികാരം നേരിൽ കാണുവാനും എനിക്ക് കഴിഞ്ഞു. എല്ലാ സ്ഥലത്തും ഇപ്പോൾ കൊല്ലത്തുള്ളതുപോലെ തന്നെ യുവാക്കളുടെ ഒരു മുന്നേറ്റമാണ് ഇപ്രാവശ്യത്തെ ഇലക്ഷനിലെ LDF-നെ സംബന്ധിച്ചിടത്തോളം കാണുന്നത്. അത് ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യമാണ്. കാരണം നാളത്തെ നേതാക്കന്മാരാണ്, നാളെ കേരളം ഭരിക്കേണ്ടവരാണ്. അതെല്ലാവരും തന്നെ LDF-നോട് ചേർന്ന് നിന്ന് രാഷ്ട്രീയ പ്രവർത്തനവും കേരളത്തിൻ്റെതായിട്ടുള്ള പ്രവർത്തനത്തിനും മുന്നോട്ട് വരുന്നു എന്ന് കാണുന്നത്, ഈ കാഴ്ച കാണുന്നത് ഏറെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, കഴിഞ്ഞ 10 കൊല്ലമായിട്ട് ഞാൻ കൊല്ലം മണ്ഡലത്തിലെ MLA ആണ്. 2016 ആണ് ഞാൻ ആദ്യമായിട്ട് ഇലക്ഷനിൽ നിൽക്കുന്നത്. അന്ന് എന്തുകൊണ്ട് LDF കഴിഞ്ഞാൽ കുട്ടികൾക്ക് വരെ അറിയാം, അതിനൊരു ഉത്തരമേ ഉള്ളൂ. 2011 മുതൽ 16 വരെ അത്രമാത്രം കുത്തഴിഞ്ഞ ഒരു ഭരണം കണ്ട് മടുത്ത കേരള ജനത ആവേശത്തോടുകൂടി ഇങ്ങനെ ഒരു ഭരണം നമുക്ക് വേണ്ട, അഴിമതി നിറഞ്ഞ ഒരു കെട്ടുറപ്പുമില്ലാത്ത, സാധാരണ പാവപ്പെട്ടവർക്ക് വേണ്ടി ഒന്നും ചെയ്യാത്ത ഒരു ഗവൺമെന്റ് ഇനി വേണ്ട എന്നുള്ള വലിയ തീരുമാനമായിരുന്നു 91 സീറ്റ് LDF-ന് ലഭിച്ച് അധികാരത്തിൽ വന്നത്. രണ്ടാമത്തെ പ്രാവശ്യം 2021 എന്തുകൊണ്ട് സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള LDF ഗവൺമെന്റ് 2-0 നിലയിൽ മുന്നേറി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ 5 കൊല്ലത്തെ ഭരണം സാധാരണ ജനങ്ങൾക്ക്, പാവപ്പെട്ടവർക്കും തൊഴിലാളികൾക്കും എല്ലാം ഏറ്റവും ഫലപ്രദമായ ഒരു ഭരണമായിരുന്നു എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് 91 സീറ്റ് എന്നുള്ളത് 99 സീറ്റിലേക്ക് മാറിയത്. ഇന്ന് 35 കൊല്ലം കഴിഞ്ഞ് കൊല്ലവും കേരളവും എങ്ങനെ ഇരിക്കണം എന്നുള്ളത് 10 കൊല്ലം കൊണ്ട് നേരിട്ട് കാണിച്ചു തന്ന ഒരു ഗവൺമെന്റ് ആണ് നമ്മുടെ മുമ്പിലുള്ളത്. 3-0 എന്ന് പറയുമ്പോൾ പലരും ഭയക്കുന്നുണ്ട്. കാര്യം, എന്തുകൊണ്ട് LDF-ന് വോട്ട് ചെയ്യണ്ട എന്നുള്ള ഒരു തീരുമാനം, ഒരു ചിന്ത പോലും ആൾക്കാർക്ക് വരുന്നില്ല. ഇത്രയും വികസന കുതിപ്പുണ്ടായ ഒരു കാലഘട്ടം കേരള ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. ഇന്ത്യയിൽ തന്നെ എത്രയോ കാര്യങ്ങൾക്ക് നമ്പർ 1 കേരളമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഗവൺമെന്റ്, അതിന്റെ ഒരു തുടർച്ച വരണമെന്ന് ആഗ്രഹിക്കുന്നത് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരാൾക്കും എന്തുകൊണ്ട് എന്ന് ചോദിക്കാനുള്ള അവകാശവും ഇല്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വലിയ ആവേശം. അഴിമതി രഹിതമായ ഒരു ഭരണം, മതേതരത്വം മുറുകെ പിടിക്കുന്ന ഒരു ഭരണം, വികസന കുതിപ്പുള്ള ഒരു ഭരണം, അതിന്റെ തുടർച്ച. ഒരു കാരണവശാലും ആരൊക്കെ ഇനി എന്തൊക്കെ നുണക്കഥകൾ പറഞ്ഞ് പുകമറ സൃഷ്ടിച്ചാലും സാധാരണ ജനങ്ങളുടെ മുമ്പിൽ നിന്നും പിടിച്ചു മാറ്റാൻ, അടർത്തിക്കളയാൻ സാധിക്കില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉത്തമ ഉദാഹരണമാണ് ഈ സ്ഥലത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന യുവാക്കളുടെ ഒരു പ്രളയം. ചുമപ്പ് കൊടിയുമേന്തി നെഞ്ചു വിരിച്ച് ഞങ്ങൾ 3-0 യാത്രയായി. ആ ഒരു ആവേശ ജാഥയാണ് ഇവിടെ നടക്കുന്നതെന്ന് ഉറക്ക വിളിച്ചു പറഞ്ഞു കൊണ്ടുപോകുന്ന കാഴ്ച കാണാൻ ഒരു മലയാളി എന്ന നിലയിൽ വളരെ വളരെ അഭിമാനവും സന്തോഷവുമുണ്ട്. അതുകൊണ്ട് തന്നെ ഏപ്രിൽ 9-ാം തീയതി ഏറ്റവും വലിയൊരു തീരുമാനമെടുക്കണം. തന്നെ പോളിംഗ് ബൂത്തിൽ പോയി നമ്മൾ മഴയ്ക്ക് വേണ്ടി കാത്തു നിൽക്കരുത്. രാവിലെ തന്നെ പോയി അരിവാൾ ചുറ്റിക നക്ഷത്രം ചിഹ്നത്തിൽ സഖാവ് എസ് ജയമോഹന് നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ നൽകി വൻപിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ജാഥ നമസ്കാരം.